أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والتين والزيتون وطور سينين وهذا البلد الأمين സൂറത്തു തീനിലെ 1 മുതൽ 4 വരെ ഉള്ള ആയത്തുകളാണ് ഇപ്പോൾ ഇവിടെ പാരായണം ചെയ്തത്. അതിൻ്റെ അർത്ഥം ഇപ്രകാരമാകും: പരമകാരുണ്യകനും കരുണാമയനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ. അത്തിയും ഒലിവും കൊണ്ട് സത്യം, സീനായ് മലയെക്കൊണ്ട് സത്യം, നിർഭയമായ ഈ പട്ടണത്തെ കൊണ്ട് സത്യം. കഴിഞ്ഞ ദർസുകളിൽ പറയുകയുണ്ടായി, ഈ സൂറത്തിനും അതുപോലെ തന്നെ ഇതിനു മുമ്പുള്ള ചില സൂറത്തുകൾക്കും ഹിജ്റത്തുമായി ബന്ധമുണ്ടെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഹിജ്റത്തിനെ കുറിച്ച് മക്കയിലെ ജനങ്ങൾ പറഞ്ഞു നടന്നിരുന്നത്, നൗദുബില്ലാ, മുഹമ്മദ് അവരെ ഭയന്ന് നാട് കടക്കുകയുണ്ടായി, അതല്ലെങ്കിൽ അവരോട് പരാജയപ്പെട്ടിട്ടാണ് അവിടെ നിന്ന് പോയത് എന്ന്. ഈ സൂറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ ഈ ആക്ഷേപങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് പറയുകയാണ്, ഇതിനു മുമ്പും, അതായത് ചരിത്രത്തിൽ ഇതുപോലെ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാർ ഹിജ്റത്ത് ചെയ്തുകൊണ്ട് അവരുടെ സ്വന്തം നാട്ടിൽ നിന്ന് മറ്റൊരു നാട്ടിലേക്ക് പലായനം ചെയ്യുകയുണ്ടായിട്ടുണ്ട്. പക്ഷേ പിന്നീട് അവർ ആ നാട്ടിലേക്ക് തന്നെ വിജയികളായി തിരിച്ചു വരികയുണ്ടായി. അതിൻ്റെ 3 ഉദാഹരണങ്ങൾ അള്ളാഹു ഈ ആയത്തിൽ പരാമർശിക്കുന്നു. അതിലൊന്നാമത്തത് ഹസ്രത്ത് ആദം അലൈഹിസ്സലാമിൻ്റെതാണ്. അതിലെ സംഭവങ്ങൾ കഴിഞ്ഞ ദർസിൽ വിശദീകരിച്ചു പറയുകയുണ്ടായി. എങ്ങനെയാണ് ശൈത്താൻ ഹസ്രത്ത് ആദമിനെ വഞ്ചിക്കുകയും പിന്നീട് ശൈത്താൻ്റെ വഞ്ചനയെ ഹസ്രത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം തിരിച്ചറിഞ്ഞപ്പോൾ സ്വർഗത്തിലെ ഇലകൾ കൊണ്ട് സ്വന്തം മറയ്ക്കാൻ തുടങ്ങിയതു എന്നും. ഇവിടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഉദിക്കുന്നു. ഈ സംഭവം, അതായത് ഹസ്രത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ഹിജ്റത്തും ഈ ആയത്തും തമ്മിൽ എങ്ങനെയാണ് ബന്ധമെന്ന്, അതല്ലെങ്കിൽ സ്വർഗത്തിലെ ഇലകളും ഈ ആയത്തിൽ പരാമർശിച്ച അത്തിപ്പഴവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത് എന്ന്. ഇതിനുള്ള ഉത്തരം നാം അന്വേഷിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും. തഅബീർ റോയയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്, അതായത് സ്വപ്ന വ്യാഖ്യാനങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്: അത്തീനു ഫിൽ മനാമി യുഫസ്സറു ബിസ്സുലഹായി വഖിയാരിന്നാസ്. അതായത് ഒരു വ്യക്തി സ്വപ്നത്തിലോ അതല്ലെങ്കിൽ കശ്ഫിലോ അത്തിമരം കാണുകയാണെങ്കിൽ അതിനർത്ഥം സ്വാലിഹും സദ്വൃതരുമായ ആളുകളാണ് എന്നാണ്. ഇതുതന്നെയാണ് വറക്കുൽ ജന്നത്തിൻ്റെ അർത്ഥവും, അതായത് സ്വർഗത്തിലെ ഇലകൾ എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും. അതായത് സ്വാലിഹായ സന്താനമോ പരിശുദ്ധരായ സന്താനങ്ങളോ ആണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്വർഗത്തിലെ ഇലകളും, അതായത് വറക്കുൽ ജന്നത്തും ഈ അത്തിപ്പഴവും തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നാണ്. ഇനി നാം നോക്കേണ്ടത് ഹസ്രത്ത് ആദമിൻ്റെ സംഭവവും അത്തിപ്പഴവും തമ്മിൽ എന്തെങ്കിലും പ്രത്യേക ബന്ധമുണ്ടോ എന്നാണ്. ഇതിനായി നാം ബൈബിൾ പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾക്ക് കാണാൻ സാധിക്കും, ഉൽപ്പത്തി അധ്യായം 3 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങളിൽ ഈ സംഭവത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട്. ബൈബിളിൽ ഈ സംഭവം വിവരിച്ചുകൊണ്ട് 7-ാമത്തെ വരിയിൽ ഇങ്ങനെ പറയുന്നു: ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറന്നു, തങ്ങൾ നഗ്നരായെന്ന് അവരറിഞ്ഞു. അത്തിയിലകൾ കൂട്ടിത്തുന്നി അവർ അരക്കച്ചയുണ്ടാക്കി. ഈ 2 കാര്യങ്ങളിൽ നിന്നും നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹസ്രത്ത് ആദം അലൈഹിസ്സലാത്തു വസ്സലാം അത്തിമരത്തിൻ്റെ ഇലകൾ കൊണ്ടാണ് തൻ്റെ നഗ്നത മറിച്ചതെന്ന്. ഈ മുഴുവൻ സംഭവത്തിൽ നിന്നും ഈ ഒരു കാര്യവും കൂടി വ്യക്തമാകുന്നതാണ്, അതായത് ഇതൊരു അലങ്കാരിക ഭാഷയിലുള്ളൊരു ഇൽഹാമാണ്. പക്ഷേ യഹൂദികൾ ഈ ഒരു കാര്യം മനസ്സിലാക്കാതെ ഇതൊരു അക്ഷരാർത്ഥത്തിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് അവർ മനസ്സിലാക്കിയത്. ശൈത്താൻ്റെ വഞ്ചനയിൽപ്പെട്ട് ആദമിന് ഹിജ്റത്ത് ചെയ്യേണ്ടി വന്നു. പക്ഷേ ആ ഹിജ്റത്തിൻ്റെ ഫലമായി അദ്ദേഹം ഒരു കൂട്ടം വിശ്വാസികളെ തൻ്റെ അടുക്കൽ ഒരുക്കൂട്ടി. പിന്നീട് അവരുടെ സഹായത്തോടെ ആദം ശൈത്താൻ്റെ പദ്ധതി തകർത്തു. ഈയൊരു ഉദാഹരണം
മക്കയിലെ ജനങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, മക്കയിലെ ജനങ്ങളെ, നിങ്ങൾ ഇപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതനായ മുഹമ്മദിനോട് അതേ കാര്യം ചെയ്യാൻ പോകുന്നു. പക്ഷേ നോക്കൂ, അന്ന് ആദമിൻ്റെ കാലത്ത് സംഭവിച്ചത് തന്നെയായിരിക്കും ഇനിയും സംഭവിക്കാൻ പോകുന്നത്. അതായത് ഹിജ്റത്തിൻ്റെ ഫലമായി അദ്ദേഹത്തിന് ചുറ്റും സ്വാലിഹായ ഒരു ജമാഅത്ത് കൂടുന്നതായിരിക്കും. ഇൻഷാ അല്ലാഹ് ഇതിൻ്റെ അടുത്ത ഭാഗം അടുത്ത ദർസിൽ ഉണ്ടായിരിക്കുന്നതാണ്. ജസാക്കുമുല്ലാഹു വഅഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.